തരൂർ മുഖ്യമന്ത്രിയാകട്ടെ, രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രിയാവട്ടെ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ തങ്ങളുടെ സുപ്രധാന മണ്ഡലങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നിലവിലുള്ള പാർട്ടിസാൻ പൊളിറ്റിക്സ്, പാർട്ടി അധിഷ്ഠിതവും വർഗീയ അധിഷ്ഠിതവുമായ പൊളിറ്റിക്കൽ സംവിധാനങ്ങൾ തകർന്ന് ഇതിനെല്ലാം ഉപരിയായ കഴിവുള്ള നേതൃത്വം, പ്രൊഫഷണലായ ഒരു നേതൃത്വം അധികാരം കൈയാളുന്ന ഒരു അവസ്ഥയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത്. അത്തരത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് നമ്മൾ പ്രത്യാശിച്ച ചില കൂട്ടായ്മകൾ നിലവിലുള്ള തീവ്രട്ടി പ്രസ്ഥാനങ്ങളുടെ ബി ടീം ആണെന്ന നഗ്നമായ യാഥാർത്ഥ്യം ഞെട്ടലോടെ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനിയുള്ള കുറഞ്ഞ സമയം കൊണ്ട് ഒരു മുന്നണി സംവിധാനം പടുത്തുയർത്തുവാൻ പ്രായോഗികമായി സാധ്യമല്ലാത്തതിനാൽ നമ്മുടെ മുന്നിലുള്ള പോംവഴി എന്താണ്? തമ്മിൽ ഭേദമായ, താരതമ്യേന വിഷം കുറഞ്ഞ ഒരു പുതിയ സംവിധാനം വരുന്നതുവരെ കാര്യങ്ങൾ ഓടിച്ചു കൊണ്ടുപോകുവാൻ പ്രാപ്തിയുള്ള തരത്തിലുള്ള കഴിവുള്ള വ്യക്തിത്വങ്ങളെ നോക്കി വിജയിപ്പിക്കുക എന്നത് മാത്രമാണ്. അതിൽ പാർട്ടിക്കോ ജാതിക്കോ മതത്തിനോ പണത്തിനോ ഒന്നും പ്രാധാന്യം കൊടുക്കേണ്ടുന്ന കാര്യമില്ല. രാജ്യത്തെ ജനങ്ങളുടെ പൊതുവായ നന്മയ്ക്ക് ഉതകുന്നത് ആരാണ് എന്നതാണ് നമുക്ക് പ്രാധാന്യം. അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയുടെയും മുന്നണികളുടെയും പക്ഷം പിടിക്കാതെയുള്ള വളരെ ഒബ്ജക്റ്റീവായ സത്യസന്ധമായ വാർത്താ അവലോകനമാണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് i2i ന്യൂസ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. തുടക്കമെന്ന നിലയിൽ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൻ്റെ കാര്യമാണ്. സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം എന്ന നിലയിൽ വളരെ സുപ്രധാനമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം. 2011 സെൻസസ് പ്രകാരം തിരുവനന്തപുരം ജില്ലയുടെ ആകെ ജനസംഖ്യ 33,1427 ആണ്. തിരുവനന്തപുരം ജില്ലയുടെ ജനസംഖ്യയുടെ 66.46% ഹിന്ദുക്കളും 19.1% ക്രിസ്ത്യാനികളും 13.72% മുസ്ലിങ്ങളുമാണ്. 2011 സെൻസസ് പ്രകാരം തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ 17,03,709 പേരാണുള്ളത്. 2019 വോട്ടർ പട്ടിക പ്രകാരം 13,71,427 വോട്ടർമാരും 1077 പോളിംഗ് സ്റ്റേഷനുകളുമുണ്ട് ഇവിടെ. തലസ്ഥാന നഗരം ആയതുകൊണ്ട് തന്നെ പകുതിയിലധികം ഫ്ലോട്ടിംഗ് പോപ്പുലേഷനാണ് എന്ന് ചുരുക്കം. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം ഇനി പറയുന്ന 7 നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നതാണ്. കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര. ഇതിൽ കോവളം ഒഴികെ 6 മണ്ഡലങ്ങളും നിലവിൽ ഇടതുപക്ഷത്തിൻ്റെ കൈവശമാണ്. പക്ഷേ കഴിഞ്ഞ 3 തവണ തുടർച്ചയായി തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ശശി തരൂരാണ്. ഇത് കോൺഗ്രസ് പാർട്ടിയുടെ മികവ് കൊണ്ടോ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രവർത്തന മികവ് കൊണ്ടോ അല്ല, മറിച്ച് ശശി തരൂരിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ടും എതിർ സ്ഥാനാർത്ഥികളായി വന്നവരുടെ പോരായ്മ കൊണ്ടും മാത്രമാണ്. 2 മുന്നണികളുടെയും പ്രധാനപ്പെട്ട വെല്ലുവിളി ആരെ തരൂരിന് എതിരാളിയായി നിർത്തും എന്നതായിരുന്നു. ഇത്തവണയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത് ശശി തരൂരിനെ തന്നെയാണ്. തരൂരിൻ്റെ പ്രത്യേകത എല്ലാ പാർട്ടിയിലും അദ്ദേഹത്തിന് ആരാധകർ ഉണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ യൂത്തും അദ്ദേഹത്തെ വളരെയേറെ ഇഷ്ടപ്പെടുന്നു. ഇടതുപക്ഷത്തിൻ്റെ കാര്യമെടുത്താൽ തിരുവനന്തപുരം മണ്ഡലം CPIക്ക് ഉള്ളതാണെന്ന് അറിയാമല്ലോ. നിലവിലെ 6 നിയമസഭാ മണ്ഡലങ്ങളിലും LDF ആണെന്ന് പറഞ്ഞാലും അവർക്ക് തരൂരിനെതിരെ നിർത്തുവാൻ കോമ്പിറ്റൻ്റായ ഒരു സ്ഥാനാർത്ഥിയെ കിട്ടുവാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും ഒടുക്കം എത്തിച്ചേർന്നത് പന്ന്യൻ രവീന്ദ്രനിലേക്കാണ്. 2005 അദ്ദേഹം കോൺഗ്രസിൻ്റെ VS ശിവകുമാറിനെ 74,200 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയ വ്യക്തിത്വമാണ്. പന്ന്യൻ രവീന്ദ്രനെ അറിയാവുന്നവർക്കെല്ലാം അറിയാം. അദ്ദേഹം വളരെ സ്വാത്വികനാണ്, വളരെ ലാളിത്യമുള്ള, അഴിമതിരഹിതനായ ഒരു വ്യക്തിത്വമാണ്. ആർക്കും അപ്രോച്ചബിളുമാണ് അദ്ദേഹം. ഒരു ഇടതുപക്ഷക്കാരൻ്റെ ധാർഷ്ട്യമോ കാർക്കശ്യമോ പണത്തോടുള്ള ആർത്തിയോ ഒന്നും ആ മനുഷ്യനില്ല. യാതൊരു വലിപ്പച്ചെറുപ്പവുമില്ലാതെ എല്ലാ ആളുകളോടും ഒരുപോലെ ഇടപെടും. പക്ഷേ മണ്ഡലം ഇന്ന് ആവശ്യപ്പെടുന്ന ചില സവിശേഷ ഘടകങ്ങൾ ഉണ്ട്. അത് പന്ന്യനിൽ ഉണ്ടോ എന്നതാണ് ചോദ്യം. ഇന്ന് എതിർ സൈഡിൽ നിൽക്കുന്നത് ശശി തരൂരും BJPയുടെ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറുമാണ്. 2005 രാഷ്ട്രീയ കാലാവസ്ഥയല്ല, മനോഭാവമല്ല എന്ന് ജനങ്ങൾക്കുള്ളത്.
BJP തിരുവനന്തപുരം മണ്ഡലത്തിൽ വോട്ട് നില ഗണ്യമായി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കുമ്മനം രാജശേഖരനും O രാജഗോപാലും അതിന് ഗണ്യമായ പങ്കും വഹിച്ചിട്ടുണ്ട്. അതുകൂടാതെ നഗരവാസികളുടെ ഇടയിൽ മോദിയോടുള്ള ഒരു ആഭിമുഖ്യവും വളരെയേറെ കൂടിയിട്ടുമുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ഒരു MBA നൽകിയാൽ അത് തലസ്ഥാന നഗരത്തിന്റെ വികസനത്തിന് വളരെയേറെ ഗുണം ചെയ്യും എന്നൊരു പ്രതീക്ഷയും അവർക്കുണ്ട്. തലസ്ഥാന നിവാസികൾ മാത്രമല്ല, കേരളത്തിലെ നല്ലൊരു ശതമാനം ജനങ്ങളും ശശി തരൂരിനെ വീണ്ടും ഒരു MP ആയി കാണുവാനല്ല, മറിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി കാണുവാനാണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് നേതൃത്വത്തിന് ദേശീയ തലത്തിൽ രക്ഷപ്പെടണമെങ്കിൽ അവർ തരൂരിനെ കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ കൊണ്ടുവന്ന് ഭാവിയിലെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടണമായിരുന്നു. പകരം ഗാന്ധി കുടുംബത്തിന്റെ അടിച്ചുതളിക്കാരൻ മല്ലികാർജുൻ ഖാർഗെയെ പിടിച്ച് പാർട്ടി അധ്യക്ഷനാക്കി ബാക്ക്സീറ്റ് ഡ്രൈവിംഗ് നടത്തുന്നു. എങ്ങോട്ട്? പടുകുഴിയിലേക്ക്. അത്രയും പൊട്ടൻഷ്യലുള്ള തരൂരിനെ അവർ ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഞാൻ ചൂണ്ടിക്കാട്ടുന്നത്. കഴിഞ്ഞ 3 തവണ തരൂർ തിരുവനന്തപുരം മണ്ഡലത്തെ റെപ്രസെന്റ് ചെയ്ത് വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഒരു തവണ അദ്ദേഹം കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി, കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി എന്നീ പദവികൾ വഹിച്ചിരുന്നു. പക്ഷേ തലസ്ഥാന നഗരത്തിന് പറയത്തക്ക എന്ത് വികസനം ഉണ്ടായി കഴിഞ്ഞ 15 വർഷം കൊണ്ട്? തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണ നഗരത്തെക്കാൾ ഭംഗിയാക്കും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് എന്തുണ്ടായി? കുറേ തരൂരിൻ്റെ പേരെഴുതിയ ഹൈമാസ്റ്റ് ലൈറ്റുകളല്ലാതെ നഗരത്തിൽ എന്തെങ്കിലും കാണാനുണ്ടോ? ഇല്ല. അതുപോലെ അദ്ദേഹത്തെ വോട്ടർമാർക്ക് മണ്ഡലത്തിൽ കാണാൻ കിട്ടാറുണ്ടോ? അതുമില്ല. അദ്ദേഹത്തെ കാണുവാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസിലെത്തിയാൽ സാർ ഇവിടെ ഇല്ല, ഇമെയിൽ അയക്കുവാൻ പറയും അവിടെ ഇരിക്കുന്ന സുന്ദരിയായ സെക്രട്ടറി. എന്ന് വരും എന്ന് ചോദിച്ചാൽ സോറി അറിയില്ല, മെയിൽ അയച്ചു നോക്കൂ എന്ന് പറയും. പിന്നെ അദ്ദേഹം ചില പ്രത്യേക സീസണുകളിൽ മാധ്യമ ശ്രദ്ധ കിട്ടുന്ന ചില പ്രത്യേക പരിപാടികളിൽ ക്രിസ്മസ് കരോൾ ഗാനമൊക്കെ പാടി ആടി വരും. അത് വലിയ വാർത്തയാകും, വന്നതുപോലെ തിരിച്ചു പറന്നു പോവുകയും ചെയ്യും. ഇത് അദ്ദേഹത്തെ കുറ്റം പറയുന്നതല്ല, അതാണ് അദ്ദേഹത്തിൻ്റെ പ്രൊഫൈൽ. അദ്ദേഹത്തെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ തളച്ചിടേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല, ഒരു ഗ്ലോബൽ ഫിഗറാണ് അദ്ദേഹം. ഇനി ഇത്തവണയും അദ്ദേഹത്തെ വിജയിപ്പിച്ചു എന്ന് കരുതുക. കഴിഞ്ഞ 15 വർഷക്കാലം അദ്ദേഹത്തിന് ചെയ്യുവാൻ കഴിയാത്ത എന്ത് കാര്യമാണ് തരൂർ ഇനി ചെയ്യാൻ പോകുന്നത്? നമുക്കേവർക്കും അറിയാം, കേന്ദ്രത്തിൽ ഇത്തവണയും വരുവാൻ പോകുന്നത് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന BJP സർക്കാർ തന്നെയായിരിക്കും. തരൂർ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ്? കാര്യമായി ഒന്നും ചെയ്യാനില്ല. വീണ്ടും ഒരു ഗുണവും മണവുമില്ലാത്ത 5 വർഷം കൂടി. എന്നാൽ ഇത്തവണ BJP തിരുവനന്തപുരത്ത് നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ അതിന് പറ്റിയ വ്യക്തിത്വമാണ് എന്നതാണ് ഞങ്ങളുടെ ഒരു വിലയിരുത്തൽ. അദ്ദേഹം പ്രൊഫഷണലാണ്, എൻ്റർപ്രണറാണ്, ഒരു പെർഫോമറാണ്. ആ നിലയ്ക്ക് തരൂരിനേക്കാൾ ഒരു പടി മുന്നിലാണ്. അതിലെല്ലാം ഉപരി ശശി തരൂരിനേക്കാളും 8 വയസ്സ് ചെറുപ്പമാണ് രാജീവ് ചന്ദ്രശേഖർ. തരൂരിന് 68 വയസ്സും രാജീവ് ചന്ദ്രശേഖറിന് 60 വയസ്സും. ബിസിനസ് രംഗത്തെ വിജയക്കുതിപ്പിനൊപ്പം രാഷ്ട്രീയ രംഗത്തും പയറ്റിത്തെളിഞ്ഞ തന്ത്രശാലി. 3 തവണ രാജ്യസഭാംഗം. 2ാം മോദി സർക്കാരിൽ നൈപുണ്യ വികസനത്തിനും സംരംഭകത്വത്തിനും വേണ്ടിയുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിൽ സഹമന്ത്രി. 2018 മുതൽ BJPയുടെ ദേശീയ വക്താവ്, പാർലമെന്റിലെ സുപ്രധാന കമ്മിറ്റികളിലെല്ലാം അംഗത്വം, കേരളത്തിലെ NDA വൈസ് ചെയർമാനും ഏഷ്യനെറ്റ് ചാനൽ ഉടമയും കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്ത്യൻ എയർഫോഴ്സിലെ എയർ കമഡോർ ആയിരുന്ന MK ചന്ദ്രശേഖരന്റെയും ആനന്ദവല്യമ്മയുടെയും മകനായി ജനനം. കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ദേശമംഗലത്തിനടുത്ത് കൊണ്ടയൂരിലാണ് ഇദ്ദേഹത്തിന്റെ തറവാട്. അച്ഛൻ എയർഫോഴ്സിലായിരുന്നു എന്നതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖർ ഇന്ത്യയിലെ വിവിധ സ്കൂളുകളിൽ പഠിച്ചു. മണിപ്പാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ പഠനം. തുടർന്ന് ചിക്കാഗോയിലെ ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് 1988 കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദാനന്തര ബിരുദം. ഇന്ത്യയിൽ ചേരുവാൻ വിനോദ് ധാം അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയുണ്ടായി. 1988 മുതൽ 1991 വരെ അവിടെ ജോലി ചെയ്തു. ഇന്ത്യയിൽ i486 പ്രോസസർ രൂപകൽപ്പന ചെയ്ത ആർക്കിടെക്ചറൽ ടീമിന്റെ ഭാഗമായിരുന്നു ഇദ്ദേഹം. തുടർന്ന് ഇദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അഡ്വാൻസ് മാനേജ്മെന്റ് പ്രോഗ്രാം പൂർത്തിയാക്കി. എഞ്ചിനീയറിംഗിലും ബിസിനസ്സിലും ഉന്നത നേട്ടങ്ങൾ കരസ്ഥമാക്കിയ രാജീവ് 1994 BPL മൊബൈൽ സ്ഥാപിച്ച് രാജ്യത്തെ ടെലികോം വ്യവസായ രംഗത്ത് ചുവടുറപ്പിച്ചു. തുടർന്ന് ഏഷ്യനെറ്റ് അടക്കമുള്ള ചാനലുകൾ സ്വന്തമാക്കി.
ദൃശ്യമാധ്യമ രംഗത്തും ചന്ദ്രശേഖർ അങ്ങനെ ചുവടുറപ്പിച്ചു. ഇതിനിടയിലാണ് കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള ദൗത്യം അദ്ദേഹത്തെ തേടിയെത്തിയത്. 2005 $100 മില്യൺ പ്രാരംഭ നിക്ഷേപത്തോടെ രാജീവ് ചന്ദ്രശേഖർ ജൂപ്പിറ്റർ ക്യാപിറ്റൽ സ്ഥാപിച്ചു. ഈ സ്ഥാപനത്തിന് വിവരസാങ്കേതിക വിദ്യ, മീഡിയ, IT, ഹോസ്പിറ്റാലിറ്റി, എന്റർടൈൻമെന്റ് എന്നീ മേഖലകളിൽ $1000 മില്യൺ ആസ്തികളുമുണ്ട്. രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് ഞാൻ ഇത്രയുമൊക്കെ പറയുവാൻ കാരണം മറ്റ് 2 സ്ഥാനാർത്ഥികളെ കുറിച്ചും നമുക്കറിയാം. കാരണം അവർ നമുക്ക് ഇടയിലുള്ളവരായിരുന്നു. ഇദ്ദേഹമാണ് ഏഷ്യനെറ്റ് ന്യൂസിന്റെ ഉടമ എന്ന് പലർക്കും അറിയില്ല. ഏഷ്യനെറ്റ് ന്യൂസിനെ പ്രഥമ ദൃഷ്ടിയ ഒരു BJP നേതാവിന്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ് എന്ന് തോന്നിപ്പിക്കാതിരിക്കുന്നിടത്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് ബ്രില്യൻസ് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരം മണ്ഡലത്തിലുള്ളവർക്ക് ഇത്തവണ പരിഗണിക്കുവാൻ പറ്റിയ സ്ഥാനാർത്ഥിയാണ് രാജീവ് ചന്ദ്രശേഖർ. കഴിവുണ്ട്. അദ്ദേഹം വിജയിച്ചു വന്നാൽ ഉറപ്പായും മോദി മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനം ഉറപ്പ്. അതിൻ്റെ ഗുണം തലസ്ഥാനത്തിനും ഉണ്ടാവും. ബാക്കി 2 പേരും മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. തരൂരിനെ കേരളത്തിലുള്ള സതീശനും സുധാകരനും ഡൽഹിക്ക് പറഞ്ഞുവിട്ട് അടുത്ത മുഖ്യമന്ത്രിയാകുവാൻ നോക്കിയിരിക്കുകയാണ്. സുധാകരൻ ഡൽഹിക്ക് പോട്ടെ. ഈ 2 പേർ ഇവിടെ കിടന്ന് കടിപിടി കൂടുന്നിടത്തോളം കാലം ജനങ്ങൾ കോൺഗ്രസ് അധികാരത്തിൽ വരുവാൻ സമ്മതിക്കില്ല. ഇതിലും ഭേദം പിണറായി വിജയന്റെ തീവട്ടി സർക്കാർ ഒരിക്കൽ കൂടിയാവട്ടെ എന്ന് അവർ കരുതും. അതുണ്ടാകാതിരിക്കണമെങ്കിൽ തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കി മുന്നിൽ നിർത്തി മാത്യു കുളനാടനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും മറ്റ് യുവ നേതാക്കളെയും ചേർന്ന് നിർത്തി എത്രയും വേഗം ഒരു പാനൽ രൂപീകരിക്കുക, അത് ജനങ്ങളോട് അനൗൺസ് ചെയ്യുക, അതിനുവേണ്ടി വർക്ക് ചെയ്യുക. തരൂരും ശോഭിക്കും, കോൺഗ്രസും കേരളത്തിൽ രക്ഷപ്പെടും. നാടിനും നാട്ടാർക്കും പ്രയോജനം കിട്ടുന്നവർ ഡൽഹിക്ക് പോട്ടെ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.